ദൈവനാമത്തിന് മഹത്വം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ഓരോരുത്തരും യേശുക്രിസ്തുവിനെ അനുഭവിച്ച് അറിഞ്ഞവരാകിയാൽ ആ അറിവ് നിങ്ങളെ അന്ത്യത്തോളം നടത്തും. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ അനുഭവിച്ചറിയുക. ഇവിടെ ഇന്ന് ഒരു കാര്യം പ്രസ്താവിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നത് യെശയ്യാപ്രവചനം 43 അധ്യായം അതിൻ്റെ 19 വാക്യമാണ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്നാണ് പ്രാരംഭ വാക്ക്. പുതിയത് ചെയ്യുവാൻ ഇന്ന് ഏത് മേഖലകളിലും എല്ലാവർക്കും ആഗ്രഹമാണ് പുതിയതൊന്ന് ചെയ്യുക എന്നുള്ളത്. എല്ലാം ഒരു പുതുമ ആഗ്രഹിക്കുന്നു. അപ്പോൾ പുതിയത് ചെയ്യുക. നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമുക്ക് പുതിയതൊന്ന് കൃപാവരം ഇതെല്ലാം പുതിയതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ധാരാളം പേർ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പുതുമ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതാണ് പുതുമ. അപ്പോൾ കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. തൻ്റെ ആത്മാവിനാൽ നമ്മെ അറിയിക്കുകയാണ്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുമ്പോൾ നാം ദൈവത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഒരു പുതുമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതാ പഴയത് കഴിഞ്ഞുപോയി, പഴയ സ്വഭാവങ്ങൾ, പഴയ പെരുമാറ്റങ്ങൾ, പഴയ എന്തൊക്കെയാണോ ദൈവവചനത്തിനും ദൈവത്തിനും നിരക്കാത്ത കാര്യങ്ങളെല്ലാം, ലോകപരമായ സകലതും പഴമയുടേതാണ്. അതിനെ എറിഞ്ഞു കളയുക, പുതിയതൊന്ന് ആഗ്രഹിക്കുക. സ്വർഗീയമായ എപ്പോഴും പുതിയതാണ്. അപ്പോൾ സ്വർഗീയമായ പുതുമയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇവിടെ പുതിയതൊന്ന് ദൈവം ചെയ്യുന്നു. നമുക്കറിയാം, വെള്ളമില്ലാത്തടുത്ത് പുതിയൊരു കുളം കിട്ടുന്നു. ഒരു വഴിയില്ലാത്തടുത്ത് പുതിയൊരു വഴി ഉണ്ടാക്കുന്നു. ആ പുതിയത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു സന്തോഷം ഉണ്ടാക്കുന്നു. നാമും ദൈനംദിനം പുതുക്കം പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന് മാത്രമല്ല, നമുക്കും നമ്മുടെ സഹജീവികളായ നമ്മുടെ പ്രിയപ്പെട്ടവരായ എല്ലാവർക്കും അതൊരു സന്തോഷവും നമ്മോടുള്ള സ്നേഹവും കൂടുവാനിടയാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു പുതുമ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പുതുമ അന്വേഷിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ അന്വേഷിക്കണമെങ്കിൽ ആ അന്വേഷണത്തിൻ്റെ പ്രാരംഭം ദൈവവചനമാണ്. ദൈവവചനത്തിലൂടെ ദൈവത്തെ കാണുക. അങ്ങനെ പുതിയത് അന്വേഷിക്കുന്നവരെല്ലാം തിരുവെഴുത്തിലൂടെ സഞ്ചരിച്ചു പോയാൽ അത് പുതുമയിൽ ചെന്നെത്തുവാനിടയാകും. ആ പുതുമ നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ വലുതാണ്, വലിയ സന്തോഷം പകരുന്നതാണ്. അതുകൊണ്ട് പുതിയത് അന്വേഷിക്കുന്ന മനോഭാവമുള്ളവരായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.